ഹായ്, ഞാൻ ഷീല. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഒരു ഷെമ്മീസ് കട്ട് ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗമല്ലേ, നെക്ക് ഭാഗം കട്ട് ചെയ്തെടുത്ത് റൗണ്ട് വരുന്നത്, അതായത് നമ്മൾ യു ഷേപ്പ് റൗണ്ട് വെട്ടിയില്ലേ, യു ഷേപ്പ് നെക്കിൻ്റെ ഭാഗം വെട്ടില്ലേ, അവിടെ ചെറിയ കട്ട് കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ അവിടെ നമ്മൾ അരിവ് ഇങ്ങനെ മടക്കി തെറ്റി വരുമ്പോൾ ചുളുക്കില്ലായിരിക്കും. രണ്ട് ഭാഗത്തും ചെറിയ കട്ട് കൊടുക്കണം, ഇതേപോലെ കേട്ടോ. അപ്പോൾ നമുക്ക് അരിവ് മടക്കി അടിക്കുമ്പോൾ ചുളുക്കില്ലാതെ തയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ചെറിയൊരു മടക്ക് കൊടുക്കുക. കേട്ടോ, ആദ്യം ഒരു മടക്ക് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ മടക്കും. ഒരു മടക്ക് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കാം. എന്നിട്ട് സൈഡിൽ കൂടെ ഒരറ്റത്ത് കൂടെ അടിച്ചു വേണം, അരികിലും കൂടെ അടിക്കുന്നത് കേട്ടോ. ഇതേപോലെ ഈ കട്ട് കൊടുക്കുന്നത് അത് ഈ വളഞ്ഞടിക്കുന്ന ഭാഗത്തിന് കട്ട് കൊടുക്കുന്നത് ചെറിയ. അപ്പോൾ നമുക്കിങ്ങനെ തയ്ക്കുമ്പോൾ ചുളിവില്ലാതെ മടക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇതേ രീതിയിൽ ഫുള്ളായിട്ട് അടിക്കും. ചുളിവില്ലാതെ നമുക്ക് അടിക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് മൊത്തം കൂടെ മേടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒരു നെക്കിൻ്റെ സൈഡ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടെ അടിക്കാം. അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈവരൽ കൊണ്ട് മാറ്റി തേച്ച് കൊടുക്കണം. അതേപോലെ തന്നെ പത്ത് സൈഡ് നമുക്ക് അടിക്കാം. ബാക്ക് പീസും അടിക്കാം കേട്ടോ. ചെറുതായിട്ട് ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി. ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കും കേട്ടോ. ആദ്യം ഇങ്ങനെ ഒരു മടക്കി ഒന്നുകൂടെ മടക്കുമ്പോൾ ആ ലെവൽ വെച്ച് കണ്ടോ. നമ്മൾ ആ ചെറിയ വളവ് വരുന്നിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഭംഗിയായിട്ട് അടിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ കൈക്കുഴിയുടെ ഭാഗമല്ലേ, ഇവിടെ മടക്കി തയ്ക്കണം. അത് നമ്മൾ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കും. സൈഡേ അടിച്ചോളൂ. ഇതുപോലെ തന്നെ പുറത്തെ സൈഡ് അടിക്കണം. ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുക.
കൂടെ അരിയിലും കൂടെ അടിച്ചു പോകണം കേട്ടോ. അതേപോലെ ബാക്ക് പീസിൻ്റെ നെക്കും അടിച്ചു, നെക്ക് ഭാഗം അടിച്ചു, നെക്ക് ഭാഗം അടിച്ചു, കൈക്കുഴിയുടെ സൈഡും അടിച്ചു. ഈ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മൾ അടിച്ചു, ഈ കൈക്കുഴിയുടെ ഭാഗം അടിക്കുക കേട്ടോ. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി പുറത്ത് ഭാഗം മടക്കും. തയ്ക്കുമ്പോൾ നമ്മൾ തുണി ഇവിടെ കിടക്കണം കേട്ടോ, മെഷീൻ്റെ സൈഡിൽ കിടക്കണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഈ സൈഡ് കൂടെ അടിക്കാം. ബാക്ക് പീസിൻ്റെ നെക്കും അടിച്ചു, കൈക്കുള്ള ഭാഗം നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഏതെങ്കിലും ഒരു സൈഡിൻ്റെ നല്ല വശം, ഇതിൻ്റെയും നല്ല വശം, ചീത്ത വശങ്ങൾ പുറത്തേക്കണം, നല്ല വശങ്ങൾ ചേർന്ന് നിൽക്കണം. നല്ല വശവും കൂടെ തോൾ ഭാഗത്ത് മടക്കി തയ്ക്കണം. നല്ല വശവും കൂടെ തോൾ ഭാഗത്ത് മടക്കി തയ്ക്കണം. ഇത് രണ്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ജോയിൻ ചെയ്യാം. രണ്ടും വെച്ചതിന് ശേഷം ഇതേപോലെ 2 സ്റ്റിച്ച് ഇടണം. എന്നിട്ട് ഇത് കട്ട് ലെവലാക്കണം. ഇതുപോലൊക്കെ കട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ ഇതും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. കെട്ടിട്ടടിക്കണം കേട്ടോ. കെട്ടിട്ടടിക്കുന്ന ആദ്യം ഈ ഹോളിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ടോ, ഈ ഹോളിൻ്റെ അവിടെ ഇങ്ങനെ തുണിയും സൂചി ചേർത്ത് വെച്ചതിന് ശേഷം ആദ്യം കുറച്ചിട്ട് തയ്ച്ച് വരിക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇറക്കിയിട്ട് ഒന്നുകൂടെ നീക്കിയടിക്കും. അതേപോലെ തന്നെ ഇതേപോലെ ഇറക്കിയിട്ട് നമുക്ക് 2 ഡബിൾ സ്റ്റിച്ച് ഉണ്ട്. ഇത് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡുകൾ തന്നെ ജോയിൻ ചെയ്യാം. നമ്മൾ തയ്യത്തും ഒരിച്ച് എന്നിട്ട് വേണ്ട മുതന്ന് ചെസ്റ്റ് വണ്ണം നമ്മൾ മാർക്ക് ചെയ്യണം. സിറ്റിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ കണ്ടോ, ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം കുറച്ച് തയ്ച്ചതിന് ശേഷം വീണ്ടും അതേപോലെ ഒന്നുകൂടെ തയ്ക്കുക. അതാണ് ഈ കെട്ടിടുന്നതെന്ന് പറയുന്നത്. ഡബിൾ സ്റ്റിച്ചുള്ളത് കേട്ടോ. അത് അടിയത്തില്ല. ഇത് വേസ്റ്റ് ഭാഗത്ത് നമ്മുടെ സിൽക്ക് ഭാഗത്ത് പിന്നെ കട്ട് കൊടുത്തിട്ട് അവിടെ നിർത്തണം കേട്ടോ. അവിടെ കെട്ടിട്ട് നിർത്തണം കേട്ടോ. ഈ ബാക്കിൽ വിഷ്ണു നീക്കി കൊടുത്താൽ അവിടെ കെട്ടാം. അപ്പോൾ അവിടെ സ്റ്റിച്ച് പൊട്ടാതെ ഇരുന്നോളൂ. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണേ.
തയ്യത്തും വന്നിട്ടുണ്ടല്ലോ. ആദ്യം ഒന്നും ഇങ്ങനെ തയ്ച്ച് നീക്കിയെടുക്കും, ഒന്നുകൂടെ തയ്ക്കാം. അപ്പോൾ അവിടെ കിട്ടാവും. കട്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്തില്ലേ നിർത്തണം. കൈച്ചുളി സൈഡും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? സ്ലിറ്റ് ഭാഗം തയ്ക്കണം. സ്ലിറ്റ് ഭാഗം ചുരിദാറിനായാലും ഇങ്ങനെയുള്ള ഭാഗം, ചുരിദാറിനൊക്കെ നമ്മൾ സ്ലിറ്റ് ധരിക്കുന്നതേ പോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു കേൾക്കുന്നത്. ആദ്യം ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കണം. വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് കെട്ടിട്ടടിക്കണം. അരിയിലൂടെ മുടക്കണേ. എന്നിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം ചുരിദാറിനായാലും ഇതേപോലെ തന്നെ കേട്ടോ. കണ്ടില്ലേ? ഇവിടം വരെ നമുക്ക് ചെറിയ ഇതല്ല ഒരിച്ച് നമ്മൾ മടക്കണം. അരയിച്ച് മടക്കി ഉള്ളിലോട്ടാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കും. ഈ ഇതിങ്ങനെ ഇങ്ങനെ വെക്കണം. കണ്ടില്ലേ? ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ചുളുക്ക് വരും. കാണുന്നോ? ആ വെട്ടിൻ്റെ ഒരു അര ഇഞ്ച് മുകളിലോട്ട് തയ്ക്കണം കേട്ടോ. അര ഇഞ്ചോ 3/4 ഇഞ്ചോ മുകളിലോട്ട് തയ്ച്ച് നിർത്തിയിട്ട് സൂചി അതിനകത്ത് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് ഇതേപോലെ വീണ്ടും പുറത്തെ സൈഡിലേക്ക് ഇതും ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ അല്ലേ? ഇനി നമുക്ക് താഴോട്ട് പോകണം. അപ്പോൾ ഇത് സൂചി അവിടെ തുണിയിൽ നിർത്തി തുണി കറക്കി എടുക്കണം. ഭാഗം അടിക്കുന്നത് ഇതേപോലെ കേട്ടോ. ചുരിദാറിൻ്റെ കൂടെ കെട്ടിട്ട് നിർത്താം. നമ്മൾ ഒരു സൈഡ് സിൽക്ക് ഭാഗം അടിച്ചു ഉണ്ടല്ലോ. ഒരു ഭാഗം അടിച്ചു. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സൈഡ് ഈ സൈഡും അതേപോലെ അടിക്കാം. ആദ്യം ഒന്ന് മുട്ടല്ലേ ഇതേപോലെ ഈ കട്ട് ചെയ്തേക്കുന്നല്ലേ മുടമ്പ് അരയിഞ്ച് മുകളിലോട്ട് വരെ മടക്കും. ആദ്യം അരയിഞ്ച് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ആ മടക്കിൻ്റെ ഭാഗത്ത് തുടങ്ങാൻ
ഉടച്ചിട്ടിട്ടടിക്കുക. ഇനി നൂലിടാം. ഇതേപോലെ നൂലടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓപ്പൺ ഉടമ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ഇങ്ങനെ ഓപ്പണാക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ മടക്കി. വെള്ളയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കളർ വരുമ്പോൾ ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാണാൻ പറ്റും. വെള്ളയ്ക്ക് വെള്ള നൂലുകൂടെ ആകുമ്പോഴേ കാണാൻ പറ്റും. വേറെ നൂലിട്ടാൽ പുറത്ത് വറുക്കാറ്. അപ്പോൾ വേറെ കളർ കാണാൻ വേണ്ടി പുറത്ത് വറുത്തിൽ ഞാൻ വേറെ നൂലിട്ടാൽ അവർ വഴക്ക് പറയും. അതുകൊണ്ട് വെള്ളക്ക് വെള്ള തന്നെ വെച്ചേക്കുക. നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ അതാത് കളർ തുണിയുടെ അതാത് കളർ നൂലിടണം കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് വേണം. മഴച്ച് കളർ അത് ചേരുന്ന വേണം. ഇനി നമുക്ക് ഇതേപോലെ വീണ്ടും മടക്കി നിലവിളി എടുക്കാം. ചുരിദാറിനാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇതിൻ്റെ എൻഡിൽ കൂടെ അടിക്കും. മടക്കില്ല, ഇതൊരു മടക്കും. ഇതിൻ്റെ എൻഡിൽ കൂടെ അടിച്ച് കിട്ടിയത് ഡബിളടി അടിക്കും. മതി ഇതിൻ്റെ എൻഡിൽ കൂടെ. ഇതിനാകുന്ന ഷെമ്മീസിനായിട്ട് ആവശ്യമില്ല. അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടിപ്പാവ് ഒന്ന് മടക്കി അടിച്ചേരാം. ഏതുവശമാണ് എന്നിട്ട് നമ്മൾ നോക്കണം കറക്റ്റാകുമോ. നിങ്ങൾ കറക്റ്റാകുമോ നോക്കണം. ഉണ്ടോ കറക്റ്റാണ്. പുറത്തുകൂടെ നോക്കുക. നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ മറ്റൊരു വ്യത്യാസമുണ്ടോ കട്ട് ചെയ്തപ്പോൾ വ്യത്യാസമുണ്ടോ നോക്കണം കേട്ടോ. ഏത് വശമാണ് ഒറ്റ മടക്കമാണ്. കെട്ടിട്ടടിക്കുക. ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ അടിക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്
കണ്ടല്ലേ? സൈഡ് ഭാഗവും സെറ്റ് ഭാഗം നമുക്ക് നീളത്തിൽ ലോങ് സ്റ്റെമ്മീസാണ് കേട്ടോ. ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ അടിയിലൊക്കെ ഇടാൻ. ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ളതുകൊണ്ട് പകുതി മതി. അതായത് ലെന്ത് കുറച്ചിട്ട് 20 ഇഞ്ച് 22 ഇഞ്ച് അറക്കെടുക്കാം. നമ്മുടെ ആവശ്യമനുസരിച്ച് ചെയ്യാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ മോഡല് പഠിപ്പിക്കുന്നത്. ബ്ലൗസ്, ചുരിദാർ, നൈറ്റ്, ഫ്രോക്ക്, ഗൗണ്, പാവാട, ബ്ലൗസ്. ഇപ്പോഴത്തെ പുതിയ മോഡലുകളാണ് പഠിപ്പിക്കുന്നത്. 500 രൂപ ഫീസ് കൊണ്ട് വാട്സാപ്പിലൂടെ ക്ലാസ് വരും. നിങ്ങളുടെ സമയം അനുസരിച്ച് വീഡിയോ കണ്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഇത് തുച്ഛമായ ഒരു പീസേ ഉള്ളൂ. ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. 500 രൂപ ഫീസ്. ഒരു പ്രാവശ്യത്തെ പൈസയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരു ചുരിദാർ തയ്ക്കുന്ന പൈസ ആവുള്ളൂ ഇത്രയും മോഡൽ പഠിക്കുന്നതിന്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കൊടുത്തേക്കാം. വാട്സപ്പിൽ വരിക. ഓക്കെ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ സെറ്റ് ഭാഗം ഉണ്ട്. ചുരിദാറിൻ്റെയൊക്കെ സെറ്റ് ഭാഗം അടിക്കുന്നതേ പോലെ. ഓക്കെ.